ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. എൻ്റെ പുളിശ്ശേരിക്ക് വേണ്ട മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാങ്ങയാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മധുരം ഉണ്ടാവണം, നല്ല മധുരം ഉണ്ടാവണം, പുളി കുറവായിരിക്കണം. എല്ലാ മാങ്ങയും നല്ലോണം പഴുത്തിട്ടുണ്ടാകുന്ന നല്ലോണം പരിശോധിക്കണം. നല്ല പുളിയുള്ള, അതായത് ഒരു 10-12 മാങ്ങ എടുക്കണമെങ്കിൽ ഒരു 3-4 എണ്ണമെങ്കിലും നല്ല പുളിയുള്ളതോ അല്ലെങ്കിൽ പഴുക്കാത്തതോ ചേർത്ത് കഴിഞ്ഞാൽ ആ കറിക്ക് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കുക. ഇതാണ് എൻ്റെ വീട്ടിലെ മാവ്. ഇതിൽ കുഞ്ഞു കുഞ്ഞു മാങ്ങ ഉണ്ടാവും. മാമ്പഴ പുളിശ്ശേരി വെക്കാൻ പറ്റിയ മാങ്ങയാണ് ഇതിൽ ഉണ്ടാവുന്നത്. മിക്ക വർഷവും 10-30 ഉണ്ടാവാറുള്ളായിരുന്നു. ഇപ്രാവശ്യം മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് വെള്ളം കിട്ടിക്കാണും. ഇനി നമുക്ക് മാവിൻ്റെ കടയിൽ പോയിട്ട് നോക്കാം, മാങ്ങ വീണിട്ടുണ്ടോ നോക്കാം. നാലെണ്ണമല്ല കേട്ടോ, 5-6 ഉണ്ട്. മാമ്പഴം പറമ്പിൽ നിന്ന് വീണ് കിട്ടുന്നതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി തൊലിയൊക്കെ പൊളിച്ചിട്ട് എടുക്കാം. അടുത്തതായി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ്, ചെറിയ തേങ്ങയാണ്. ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും ഉണക്കമുളകും കൂടി കടുക് വറുക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എൻ്റെ നെഗത്തിൻ്റെ വലിപ്പത്തിൽ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, കനമൊക്കെ നോക്കിക്കോളൂ. കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ, ടേസ്റ്റിന് വേണ്ടി മാത്രം എടുക്കണുള്ളൂ. 250 ഗ്രാം തൈര്. ഈ മാമ്പഴം ഞാൻ വേവിക്കണത് ആദ്യം 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ്, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ 1 സ്പൂൺ, അതായത് ചെറിയ സ്പൂണിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് മാമ്പഴം വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള നെയ്യ്. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി വെച്ചു. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒഴിക്കുമ്പോൾ എനിക്ക് റിലേ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നെയ്യ് ഒഴിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ സാധാരണ ചായയിൽ പഞ്ചസാരയൊക്കെ ഇടാൻ എടുക്കുന്ന സ്പൂണാണ്. അപ്പോൾ അതിൽ പകുതിയിലും കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ, ഇത്ര ഇടണുള്ളൂ. കറി വെന്ത് വരുമ്പോൾ ശരിക്കും നെയ്യിൻ്റെ ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട. നമുക്കിതിലേക്ക് മാമ്പഴം ഇടാം. മാമ്പഴപ്പുളി ശരിക്കും ചെറുതായിട്ട് മധുരം വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. മാമ്പഴത്തിന് പുളി ഉണ്ടെങ്കിലും നമുക്ക് പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാമ്പഴപ്പുളി ശരിക്കും ഈ പുളി കൂടി പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയില്ല കറിയിലിട്ടാൽ. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. എരിവും മധുരവും പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി. അപ്പോൾ മാമ്പഴം നെയ്യിൽ കിടന്ന് ചെറിയ തീയിൽ വെന്തോട്ടെ. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ അരമുറി തേങ്ങയില്ലേ, ആ തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം. നിങ്ങൾക്ക് ജീരകം ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട, എന്നാലും ജീരകം ഇട്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഷ്ടമില്ലാത്തവർ 1-2 ജീരകം ഇടുക, അല്ലെങ്കിൽ ഒരു 5-6 ജീരകം ഇടുക. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടുക്. വെളുത്തുള്ളി ഇടരുത്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ജീരകവും കടുകും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ കടുക് ഇടണമെങ്കിൽ കൂടുതൽ ഇടുക കേട്ടോ. 4 പച്ചമുളകിൽ 1 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും. പിന്നെ ചിലവർക്ക് ഉള്ളി ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഇത് മിക്സിയിൽ അടിക്കാൻ നേരത്ത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ 1 ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചെടുത്ത സമയം കൊണ്ട് മാങ്ങ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട്. ഇഞ്ചി ആരും കാണരുത്, ആ വിധത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ആ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 നുള്ള് ഉലുവാപ്പൊടി. ഇത് ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 2 നുള്ള് കായം, അധികം ഇടാൻ പാടില്ല, ഒരു 2 നുള്ള് കായം ഇട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മാങ്ങയുടെ കളറാണ് കേട്ടോ അത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിക്കാം. ചില ആൾക്കാർ മാങ്ങ വേവിക്കുമ്പോൾ മുളക് പൊടി ഇടാറുണ്ട്. ഞാൻ ഇട്ടിട്ടില്ല. മുളക് പൊടി ഞാൻ പിന്നീട് ഇടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോവും, ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുളക് പൊടി അന്നേരം ഇടാത്തത്. ഞാൻ പച്ചമുളകിലാണ് സാധാരണ വേവിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടി തന്നെ വേവിച്ചോളൂ. മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് ഇതിൽ വരട്ടണം. തേങ്ങയുടെ പച്ചപ്പ് മാറി നന്നായിട്ട് വരട്ടി എടുക്കണം. ഞാൻ ഇതുവരെയായിട്ട് ഇതിന് ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ഈ സമയത്ത് ഉപ്പിടാം. ഈ സമയത്ത് ഉപ്പിട്ടെങ്കിൽ മാത്രമേ ആ മാമ്പഴത്തിൻ്റെ ദശയിലൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ ഉപ്പിടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പഞ്ചസാര ഇട്ടിരിക്കുകയല്ലേ, അപ്പോൾ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് മാറും. 1/2 ടീസ്പൂൺ ഫുള്ളായിട്ട് ഉപ്പിടാം. ബാക്കി വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതിയല്ലോ. ഒരു 4-5 മിനിറ്റോളം ഇതിലിട്ട് നന്നായിട്ട് വരട്ടണം. എങ്കിൽ മാത്രമേ അതിൻ്റെ മാമ്പഴ പുളിശ്ശേരിക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മാമ്പഴം കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ. മാമ്പഴ പുളിശ്ശേരി കുറച്ച് ദിവസം കൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തേങ്ങ വരട്ടണം. ശരിക്കും ഈ സമയത്തൊക്കെ ആകുമ്പോഴേക്കും ആ നെയ്യിൻ്റെ മണമേ ഉണ്ടാവില്ല ഇതിന്. നെയ്യ് ഇട്ടതായിട്ട് ഒരാളും പറയില്ല. അവസാനമായിട്ട് ഇതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞ് പിന്നെ അധികം ചൂടാക്കരുത്, അതിൻ്റെ ടേസ്റ്റും പോകും. തൈരൊന്ന് അലിഞ്ഞ് കിട്ടണം. ഈ കട്ട പോലെയുള്ള തൈരൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. തൈരിട്ട ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണമെന്നാണ് പറയണത്. ഒട്ടും അടുക്കി പിടിക്കാൻ പാടില്ല, കൈവിടാൻ പാടില്ല. കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ മാമ്പഴ പുളിശ്ശേരിക്ക് ചാറായി കഴിഞ്ഞു. കണ്ടോ? നമുക്ക് പുറത്തുനിന്ന് വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ചേർക്കുക. കണ്ടോ? ശരിക്കും നന്നായിട്ടുള്ള ചാറായി. പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്കിതിൽ കടുക് വറുക്കാം. തിളക്കാൻ സമ്മതിക്കരുത്, നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്തി ഇനി കടുക് വറുക്കാം. കണ്ടോ? ആ തൈര് കൊണ്ട് തന്നെ നല്ല ചാറായി. കണ്ടോ? ഇത് എത്ര ദിവസം വേണമെങ്കിലും ചീത്തയാവാതിരിക്കും. നല്ല ടേസ്റ്റാണ്. ഈ മാമ്പഴത്തിലേക്ക് തേങ്ങയും തൈരും പിന്നെ നമ്മളിട്ട ഉലുവ എല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിക്ക് കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് കടുക് ഇടാം. കടുകിൻ്റെ ഒപ്പം തന്നെ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഉലുവ പൊട്ടിക്കോളും.
ഒരു 10-15 ഉലുവ ഇട്ടാൽ മതി. കാരണം നമ്മൾ മാമ്പഴ വേവിക്കാൻ നേരത്ത് തന്നെ ഉലുവ ഇട്ടിട്ടുണ്ട്. ഒരു 10-15 ഉലുവ ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് ഇടാം. ഉണക്കമുളകിൻ്റെ പുറകെ തന്നെ നമുക്ക് വേപ്പിലിടാം, ഉള്ളി ഇടാം. അപ്പോൾ ഉള്ളി ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി നമുക്കിത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയാൻ മറക്കരുത്. ആഹാ, സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി ചോറ് തിന്നാനായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.